കാലാവസ്ഥയും മാധ്യമങ്ങളും കെടുതി കൂടുമ്പോൾ കവറേജ് കുറയുകയാണ്. കോർപ്പറേറ്റ് ജിഹാദ് പൊലിപ്പിക്കാൻ കൗമുദി. ഡിസ്ട്രാക്ഷൻ ന്യൂസ്, പൊതുശ്രദ്ധ മാറ്റാൻ ബദൽ വാർത്ത. മീഡിയ സ്കാനിലേക്ക് സ്വാഗതം. കാലാവസ്ഥയും മാധ്യമങ്ങളും കെടുതി കൂടുമ്പോൾ കവറേജ് കുറയുകയാണ്. യുദ്ധം വിനാശമാണ്. അത് മനുഷ്യരെയും ജീവികളെയും പ്രകൃതിയെയും നശിപ്പിക്കുന്നു. 1/2 ഡസനോളം യുദ്ധങ്ങൾ നടക്കുന്ന കാലമാണിത്. പക്ഷേ ഇതിനേക്കാൾ ഭയക്കേണ്ട മറ്റൊരു വിനാശമുണ്ട്: കാലാവസ്ഥാ പ്രതിസന്ധി. ലോക കാലാവസ്ഥാ സംഘടന പോയ വർഷത്തെ കണക്കുകൾ ഈയിടെ ഇറക്കിയ ഒരു റിപ്പോർട്ടിൽ വിവരിച്ചു. ചൂട് വർദ്ധിപ്പിക്കുന്ന ഹരിതഗൃഹ വാതകങ്ങളാണല്ലോ കാലാവസ്ഥ തകിടം മറിക്കുന്നത്. അവയുടെ അളവ് 2025 കുറഞ്ഞില്ലെന്ന് മാത്രമല്ല, കൂടുകയാണ് ചെയ്തത്. കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ് എന്നിവ വൻതോതിൽ കൂടി. പോയ വർഷത്തോടെ സംഭവിച്ച ഒരു നിർണായക കാര്യം ഭൂമിയുടെ താപോർജ്ജ സന്തുലനം, എനർജി ബാലൻസ്, ചരിത്രത്തിൽ ആദ്യമായി തകിടം മറിഞ്ഞു എന്നതാണ്. ഭൂമിയിലേക്ക് വരുന്ന ചൂട് ഭൂമിയിൽ തന്നെ കൂടുതലായി ആഗിരണം ചെയ്യപ്പെടുമ്പോൾ മുൻപ് സന്തുലിതമായിരുന്നത് അസന്തുലിതമാവുകയാണ്. വ്യവസായവൽക്കരണത്തിന് മുൻപുണ്ടായിരുന്നതിലും 1.5 ഡിഗ്രി സെൽഷ്യസ് വരെ മാത്രമേ അന്തരീക്ഷ വർധന ആകാവൂ. പക്ഷേ ഈ പരിധി കടക്കുകയാണ് ഭൂമി. ഏപ്രിൽ 22-ന് ഭൗമദിനത്തിൽ UN സെക്രട്ടറി ജനറൽ പതിവുള്ള മുന്നറിയിപ്പ് ആവർത്തിച്ചു. We are reminded of the fragility of our natural world. Every indicator is flashing red. Climate chaos, collapsing biodiversity, a 1.5 degree limit slipping out of reach. ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഭൂമിയുടെ ഊർജ്ജ സന്തുലനം, എനർജി ബാലൻസ്, ചരിത്രത്തിൽ ആദ്യമായി തകിടം മറിഞ്ഞു. 1960-കൾ മുതൽ അസന്തുലനം കൂടി വരുന്നുണ്ട്. സൂര്യതാപത്തിൻ്റെ 90% കടൽ വെള്ളം ആവാഹിക്കുമ്പോൾ വർദ്ധിച്ച തോതിലുള്ള താപം സമുദ്രജീവികളെ മാത്രമല്ല, ഭൂമിയെ മൊത്തം ബാധിക്കുന്നു. പതിറ്റാണ്ടുകളായി കടലും കരയും പ്രകൃതി മുഴുവനും നമുക്ക് മുന്നറിയിപ്പ് തന്നുകൊണ്ടിരുന്നു. പക്ഷെ മനുഷ്യൻ കരയിലും കടലിലും അതിക്രമം തുടർന്നപ്പോൾ ഭൂമിയുടെ ആവാസ സംവിധാനങ്ങൾ പിടിവിട്ടു തുടങ്ങി. നമ്മുടെ ശക്തി, നമ്മുടെ ഭൂമി എന്നതായിരുന്നു ഇത്തവണ ഭൗമദിന മുദ്രാവാക്യം. ഒരുമിച്ച് പരിഹാരം കാണാം എന്ന്. പക്ഷേ ഇത്തവണത്തെ ഭൗമദിന സന്ദേശം പോയിട്ട് ഭൗമദിനം തന്നെ മാധ്യമങ്ങൾ വേണ്ടും വണ്ണം ശ്രദ്ധിച്ചില്ല. യുദ്ധത്തിലേക്കാണല്ലോ മാധ്യമങ്ങൾക്ക് ശ്രദ്ധ മുഴുവൻ നൽകേണ്ടി വരുന്നത്. ഒരുമിച്ച് നിന്ന് പരിഹാരം കാണേണ്ടവർ ഭിന്നിച്ച് സ്വയം നശിക്കുന്നു. വെറുതെയല്ല കാലാവസ്ഥാ റിപ്പോർട്ടുകൾ ഭയപ്പെടുത്തുന്നത്. പവിഴപ്പുറ്റുകളുടെ വ്യാപക നാശം തൊട്ട് കടൽ വെള്ളം പൊങ്ങുന്നതും കടലാക്രമണവും തൊട്ട് 2 ധ്രുവങ്ങളിലും ആപൽക്കരമായ തോതിൽ മഞ്ഞ് നഷ്ടവും അത് ഭൂഗോളമാകെ സൃഷ്ടിക്കാവുന്ന പ്രത്യാഘാതങ്ങളും വരെ. ഇതെല്ലാം മനുഷ്യർ ചോദിച്ചു വാങ്ങിയതാണ്. സ്വയം കൃതാനർത്ഥങ്ങളുടെ തുടക്കം. ലോക കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ടിനും UN റിപ്പോർട്ടുകൾക്കും പുറമെ ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ, വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ പഠന റിപ്പോർട്ടും ആപൽ സൂചനകൾ നൽകുന്നു. അടുത്ത 2 വർഷവും അതിനു പുറമെ ദീർഘകാലാടിസ്ഥാനത്തിലും ലോകം നേരിടുന്ന വൻ വിപത്തുകളുടെ പട്ടിക ആ റിപ്പോർട്ടിലുണ്ട്. 2 വർഷത്തിനകം പ്രളയം, വരൾച്ച, കൊടുങ്കാറ്റ് തുടങ്ങിയ തീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾ ഉണ്ടാകും എന്നതാണ് ഉടനെ കാണാൻ പോകുന്ന വിപത്ത്. അടുത്ത 10 വർഷത്തിലാകട്ടെ ലോകം നേരിടാൻ പോകുന്ന 10 വൻ ദുരന്തങ്ങളിൽ 4 കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടവയാണ്. കൊടും കാലാവസ്ഥ, ജൈവ വൈവിധ്യ നഷ്ടം തുടങ്ങിയവ. ഇതെല്ലാം വെറും സാധ്യതകളായിരുന്ന കാലം കഴിഞ്ഞു. ഇപ്പോൾ വിപത്തുകൾ നമ്മുടെ നിത്യജീവിത അനുഭവമായി തുടങ്ങിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ ഏതാനും സംഭവങ്ങൾ നോക്കുക. ജപ്പാനിൽ സുനാമി. തിരമാലകൾ 3 മീറ്റർ വരെ പൊങ്ങി പലയിടത്തും ജനങ്ങളെ ഒഴിപ്പിക്കേണ്ടി വന്നു. We start in Japan, where a powerful 7.5 magnitude earthquake has struck. The massive tremor triggered immediate tsunami warnings, with waves reaching up to 3 meters in some areas. Coastal residents were urged to evacuate to higher ground. ന്യൂസിലൻഡിൽ വെള്ളപ്പൊക്കം.
Moving to the southern hemisphere, New Zealand's capital is facing a crisis. Massive flooding, triggered by extreme and relentless rainfall, has submerged parts of Wellington. Roads have turned into rivers, and emergency services are working around the clock to assist residents trapped by the rising water. തുർക്കിയിലെ മാർദിനിൽ പ്രളയത്തിനൊപ്പം മഞ്ഞുവീഴ്ചയും. In Turkey, the city of Mardin experienced a dual threat. Severe flooding, accompanied by intense hail, battered the region. The combination of ice and rushing water created dangerous conditions on the streets, sweeping away vehicles and damaging local infrastructure in a matter of minutes. യുഎസിൽ കൂറ്റൻ കടൽ ചുഴി. In the United States, a dramatic sight was captured off the coast of Maryland and Virginia. A massive waterspout was spotted spinning off Assateague Island. സ്പെയിനിൽ ആലിപ്പഴ വർഷം പതിവിൽ കവിഞ്ഞ തീവ്രതയിൽ. The storm dropped massive hailstones that blanketed the landscape in white, shattering windows and damaging crops. കാലാവസ്ഥാ പ്രതിസന്ധി നേരിട്ട് ബാധിക്കാത്ത ഒന്നും തന്നെ ഭൂമിയിലില്ല. യുദ്ധം അഭയാർത്ഥികളെ ഉണ്ടാക്കുന്നത് പോലെ കാലാവസ്ഥാ തകർച്ചയും അഭയാർത്ഥികളെ സൃഷ്ടിക്കുന്നു. കെനിയയിൽ കഴിഞ്ഞ ദിവസം ഒരൊറ്റ മഴയിലും കാറ്റിലും 100 കണക്കിന് കുടുംബങ്ങൾ നിരാധാരരായി. ഇത് ഒറ്റപ്പെട്ടതല്ല. അടുത്ത 25 വർഷങ്ങളിൽ കാലാവസ്ഥാ തകർച്ച മൂലം മാത്രം 120 കോടി മനുഷ്യർ അഭയമില്ലാത്തവരാകും. മഴയിൽ നിന്നും കാറ്റിൽ നിന്നും ഭക്ഷ്യക്ഷാമത്തിൽ നിന്നും കാട്ടുതീയിൽ നിന്നും മനുഷ്യർ ഇപ്പോഴേ ഭീഷണി നേരിടുന്നു. മനുഷ്യർ മാത്രമല്ല, മറ്റ് ജീവികളും. Climate change is no longer just an environmental issue, it's a human rights crisis. Rising seas, floods, and droughts are forcing millions to leave their homes. In 2022 alone, climate hazards triggered over 32 million displacements. By 2050, that number could rise to 1.2 billion. Yet international law is failing these people. കാലാവസ്ഥ മൂലം അഭയാർത്ഥികളാകേണ്ടി വരുന്നത് ഒരു മനുഷ്യാവകാശ പ്രശ്നം കൂടിയാണ് എന്ന് ലോക നീതിന്യായ കോടതി കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചു. കാലാവസ്ഥ യുദ്ധം പോലെ ഒരു രാഷ്ട്രീയ വിഷയം കൂടിയാണ് എന്നർത്ഥം. But there is movement. In 2025, the International Court of Justice recognized climate displacement as a human rights challenge. It affirmed that returning people to life-threatening conditions violates international law, urging states to adopt humanitarian visas, legal migration pathways, and stronger protections. The reality is clear: climate displacement demands urgent, rights-based solutions. അഭയാർത്ഥി പ്രശ്നത്തിന് പുറമെയാണ് ഭക്ഷ്യക്ഷാമവും കുടിവെള്ളക്ഷാമവും. ഈ നൂറ്റാണ്ട് അവസാനത്തോടെ 110 കോടി മനുഷ്യർ കാലാവസ്ഥ കാരണം പട്ടിണിയിലാകുമെന്നാണ് കണക്ക്. പറഞ്ഞു വരുന്നത് ഇതാണ്: യുദ്ധത്തേക്കാൾ ഏറെ പ്രത്യാഘാതങ്ങളും അതുകൊണ്ട് തന്നെ വാർത്താമൂല്യവും ഉള്ളതാണ് കാലാവസ്ഥാ പ്രതിസന്ധി. ഒരൊറ്റ സംഭവം നോക്കുക. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കൃത്യമായി നടന്നിരുന്ന ഒരു നീർപ്രവാഹമുണ്ട്. AMOC എന്ന് പേര്. സെക്കൻഡിൽ 1,80,00,000 ഘനമീറ്റർ ജലം പ്രവഹിക്കുന്ന അദൃശ്യ പ്രതിഭാസം. നമ്മുടെ മൺസൂണിനെ അടക്കം നിയന്ത്രിക്കുന്ന അത് ഇപ്പോൾ നിലക്കുകയാണത്രേ. 18 million cubic meters of water per second, carrying more energy than every power plant on Earth combined, running in a loop that has held the Northern Hemisphere's weather in place for thousands of years. That current is called the AMOC, and as of yesterday, we have confirmation that it is dying faster than any serious scientist believed. The probability of total collapse has jumped from 5% to over 50%. London's winters, India's monsoons, New York's sea level, all of it balancing on a system weaker than at any point in 1600 years. കാലാവസ്ഥാ പ്രതിസന്ധി എന്ന വലിയ മഞ്ഞുമലയുടെ ചെറിയ അറ്റം പോലും നമ്മുടെ മാധ്യമങ്ങളിൽ കാണുന്നില്ല എന്നർത്ഥം. കാണണമെങ്കിൽ നിത്യജീവിതത്തെ നേരിട്ട് ബാധിക്കണം. പക്ഷേ ആ വിപത്ത് ശരിക്കും എത്തുമ്പോഴേക്ക് ഏറെ വൈകിയിരിക്കും. ഇപ്പോഴത്തെ മുന്നറിയിപ്പുകൾ ആരും കാണാത്ത കൊച്ചു വാർത്തകളായി ഒതുങ്ങേണ്ടവയല്ല എന്നർത്ഥം. ഭരണ നേതൃത്വങ്ങളും രാഷ്ട്രീയക്കാരും അവഗണിച്ചാൽ വിപത്ത് ഇല്ലാതാകില്ല. മാധ്യമങ്ങൾ മുഖം തിരിച്ചാൽ യാഥാർത്ഥ്യം മറഞ്ഞു പോകില്ല. ലക്ഷണങ്ങൾ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ നിരന്തരം പറഞ്ഞു തരുമ്പോൾ മാധ്യമങ്ങളും ചെവി കൊടുക്കണം. പക്ഷേ ഭൗമദിനം പോലും ഉണർത്തുപാട്ടാകുന്നില്ല ഇന്ന്. യുദ്ധ സാഹചര്യത്തിൽ യുദ്ധത്തിന് മീതെയല്ല ഒരു വാർത്തയും എന്ന മട്ടിൽ നമ്മുടെ ഭൂമി, നമ്മുടെ ഭാവി നാം അവഗണിക്കുകയാണ്.
വാസ്തവത്തിൽ യുദ്ധങ്ങൾ തന്നെയും മലിനീകരണത്തോത് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഓരോ ബോംബും വിഷക്കൂമ്പാരമാണ്. ഗസയിലും ലബനാനിലും വെസ്റ്റ് ബാങ്കിലും ഇറാനിലും യുക്രൈനിലും മറ്റും അങ്ങനെ എത്രയെത്ര വിഷബോംബുകൾ ആണ് വീണുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഭൂമിയിലെ മറ്റെല്ലാവരും ചേർന്ന് പുറത്തുവിടുന്ന ഹരിതവാതക മാലിന്യങ്ങളെക്കാൾ കൂടുതൽ അളവിൽ US സൈന്യം പുറത്തുവിടുന്നുണ്ട്. ഭൂമി എല്ലാവരുടേതുമാണ്. US പട്ടാളം അതിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും യുദ്ധത്തിന് ശ്രദ്ധ കൊടുക്കുന്ന മാധ്യമങ്ങളിൽ കാലാവസ്ഥാ വാർത്തകൾ കാണാതാവുകയാണ്. കാലാവസ്ഥാ പ്രതിസന്ധി നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുന്നു. പക്ഷേ മാധ്യമങ്ങൾ മുൻപുണ്ടായിരുന്ന കവറേജ് പോലും അതിനിപ്പോൾ നൽകുന്നില്ല. പ്രതിസന്ധി എക്കാലത്തെക്കാളും രൂക്ഷം, കവറേജ് കുറവ്. അമേരിക്കയിലെ മാധ്യമ നിരൂപക പോർട്ടലായ FAIR പറയുന്നു, അവിടുത്തെ മാധ്യമങ്ങളിൽ കാലാവസ്ഥാ പ്രതിസന്ധി വാർത്തകൾ 2021-25 കാലത്ത് 46% കണ്ട് കുറഞ്ഞു എന്ന്. ഇക്കൊല്ലവും കുറവ്. ഇക്കൊല്ലം ആദ്യത്തെ 3 മാസം 42% കുറവാണ് കാലാവസ്ഥാ പ്രതിസന്ധി വിശേഷങ്ങൾ. കാലാവസ്ഥാ വാർത്തകൾ മാധ്യമങ്ങളിൽ ഇല്ല എന്നല്ല പറയുന്നത്. കാലാവസ്ഥാ പ്രതിസന്ധിയെപ്പറ്റി ജനങ്ങളെ അറിയിക്കുന്നില്ല എന്നാണ്. പ്രതിസന്ധി രൂക്ഷമാകും തോറും കവറേജ് കുറയുന്ന വൈരുദ്ധ്യം. വാസ്തവത്തിൽ യുദ്ധവാർത്തകളുടെ ഭാഗമായും കാലാവസ്ഥാ പ്രശ്നം വാർത്തയാകേണ്ടതായിരുന്നു. യുദ്ധം മനുഷ്യരെ മാത്രമല്ല ഭൂമിയെയും കൊല്ലുന്നുണ്ട്. പക്ഷെ വാർത്തയിൽ രാഷ്ട്രീയ വശവും എണ്ണവിലയും മാത്രം. യുദ്ധത്തിൻ്റെ കാലാവസ്ഥാ വശം വാർത്തയാക്കുന്നവർ നന്നേ കുറവ്. അമേരിക്കയിലെ ദ നേഷൻ പോലെ അപൂർവം മാധ്യമങ്ങൾ മാത്രമേ യുദ്ധത്തിൻ്റെ കാലാവസ്ഥാ പ്രത്യാഘാതങ്ങൾ തിരിച്ചറിയുക പോലും ചെയ്യുന്നുള്ളൂ. ഇത്ര വലിയ പ്രതിസന്ധി വാർത്തയിൽ വരാത്തത് ന്യായമല്ല. തീ പിടിച്ച ലോകത്തിന് തീ ഉണ്ട് എന്ന് മാത്രമല്ല, ആ തീയുടെ കാരണങ്ങളും അറിയണം. അനുഭവിക്കുന്ന ചൂട് മാത്രമല്ല വാർത്ത, അതിൻ്റെ കാരണങ്ങളും വാർത്തയാകണം. നമ്മുടെ മാധ്യമങ്ങളും കൊടും ചൂട് വാർത്തയാക്കും, പ്രളയവും കാറ്റും മറ്റ് കെടുതികളും വാർത്തയാക്കും. എന്നാൽ അടിസ്ഥാന കാരണമായ കാലാവസ്ഥാ പ്രതിസന്ധിയെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ അവയ്ക്ക് താല്പര്യമില്ല. അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലും അതുതന്നെ സ്ഥിതി. വാഷിംഗ്ടൺ പോസ്റ്റ് ഈയിടെ പിരിച്ചുവിട്ട ജീവനക്കാരിൽ 14 പേർ കാലാവസ്ഥാ റിപ്പോർട്ടർമാരായിരുന്നു. 2020 പരിസ്ഥിതി റിപ്പോർട്ടിങ്ങിന് പുലിറ്റ്സർ നേടിയ പത്രമാണ് 2026 ആ വിഷയം തന്നെ ഏറെക്കുറെ ഒഴിവാക്കുന്നത്. മറുവശവും പറയണം. കാലാവസ്ഥയും പരിസ്ഥിതിയും വലിയ വിഷയമാക്കുന്ന ഏതാനും മാധ്യമങ്ങളെങ്കിലും ഉണ്ട്. ബ്രിട്ടനിലെ ദ ഗാർഡിയന് സ്ഥിരം കാലാവസ്ഥാ പംക്തികളുണ്ട്, ആഴത്തിലും പരപ്പിലുമുള്ള റിപ്പോർട്ടുകളും. ഇന്ത്യയിൽ ഡൗൺ ടു എർത്തും പരിസ്ഥിതി, കാലാവസ്ഥ തുടങ്ങിയവയിൽ ശ്രദ്ധയൂന്നുന്നു. കൗണ്ടർ കറൻസ് ആണ് പരിസ്ഥിതി ഗൗരവത്തിൽ ചെയ്യുന്ന മറ്റൊരു പോർട്ടൽ. മോങ്കാബേ സൈറ്റും എടുത്തു പറയണം. ഇതിനു പുറമെ ആഗോളതലത്തിൽ കാലാവസ്ഥ ജേർണലിസ്റ്റുകളുടെ കൂട്ടുസംരംഭമായി ദ 89 പ്രോജക്റ്റ് ഈയിടെ തുടങ്ങി. ദ ഗാർഡിയൻ അടക്കം ഇതിലുണ്ട്. പേരിലെ 89% എന്ന കണക്കിന് ആധാരം മാധ്യമങ്ങൾ അറിയിക്കാഞ്ഞിട്ട് പോലും ലോക ജനതയിൽ 89% പേർ കാലാവസ്ഥാ പ്രശ്നം ഗൗരവത്തിലെടുക്കുന്നതായി പഠനത്തിൽ കണ്ടെത്തിയതാണ്. ചൂടും തണുപ്പും മഴയും വെയിലും ദൈനംദിന വാർത്തയാക്കുന്ന ക്ലൈമറ്റ് റിപ്പോർട്ടിംഗ് നമുക്കുമുണ്ട്. സുനാമി, വേനൽ ചൂട്, യെല്ലോ അലേർട്ട് തുടങ്ങിയവ എല്ലാമുണ്ട്. ചൂടും തണുപ്പും കാറ്റും പോലുള്ള ഒറ്റപ്പെട്ട കെടുതികൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രം ക്ലൈമറ്റ് കവറേജ് ആകില്ല. ആ കെടുതികൾക്ക് കാരണമായ കാലാവസ്ഥാ പ്രതിസന്ധി, അതിൻ്റെ ആധാരങ്ങൾ, പ്രത്യാഘാതങ്ങൾ എന്നിവയെല്ലാം റിപ്പോർട്ടുകൾ ആകേണ്ടതുണ്ട്. മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയ ഡെസ്കും രാഷ്ട്രീയ ലേഖകരുമുണ്ടല്ലോ. സ്പോർട്സ് ഡെസ്കും സ്പോർട്സ് ലേഖകരുമുണ്ട്. ബിസിനസ് ഡെസ്കും ബിസിനസ് ലേഖകരുമുണ്ട്. പക്ഷേ കാലാവസ്ഥാ ഡെസ്കോ കാലാവസ്ഥാ ലേഖകരോ ഇല്ല.